ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ മലപ്പുറം ജില്ലയിലെ നാലമ്പലങ്ങൾ പരിചയപ്പെട്ടു. ഈ വീഡിയോയിൽ കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളാണ് പറയുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിലെ ആദ്യത്തേത് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിൽ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിൽ നീർവേലി ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ക്ഷേത്രമാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ സപ്തമാവതാരമായ ശ്രീരാമസ്വാമിയാണ്. ഖരദൂഷണ ത്രിശിരസ്സുകളെ വധിച്ച ശേഷം രൗദ്രതയടങ്ങാത്ത ശ്രീരാമസ്വാമിയാണ് എന്നാണ് വിശ്വാസം. എളയാവൂർ സംഗമേശ്വര ക്ഷേത്രം, പെരിഞ്ചേരി ലക്ഷ്മണ ക്ഷേത്രം, പായം ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ. രാമായണ മാസമായ കർക്കടകത്തിൽ ഈ 4 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ആചാരമായി കണക്കാക്കുന്നു. പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു രൂപത്തിലാണ് ഇവിടെ ശ്രീരാമ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി അഞ്ജനശിലയിൽ തീർത്ത മനോഹരമായ വിഗ്രഹം നിൽക്കുന്ന രൂപത്തിലാണ്. ശംഖും ചക്രവും വില്ലും പുഷ്പഹാരവും 4 കൈകളിലായി വഹിച്ചു നിൽക്കുന്നതാണ് വിഗ്രഹം. രാക്ഷസ സഹോദരന്മാരായ ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നിവരെയും അവരുടെ 3000 പടയാളികളെയും 3.25 നാഴിക കൊണ്ട് നിഗ്രഹിച്ച ശേഷം ഭഗവാൻ കാണിച്ച വിശ്വരൂപമാണിതെന്ന് സങ്കല്പിച്ച് വരുന്നു. പൂജാക്രമങ്ങൾ ദിവസവും ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിങ്ങനെ 3 നേരം പൂജകൾ നടക്കുന്നു. ചരിത്രം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. ഖരവധം കഴിഞ്ഞ് രൗദ്രഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ഉപദേവതാ സങ്കല്പത്തിൽ ശ്രീ ഗണപതി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. മകരമാസത്തിലെ അശ്വതി നക്ഷത്ര നാളിലാണ് ക്ഷേത്ര ഉത്സവ ചടങ്ങുകൾ നടന്നു വരാറുള്ളത്. മേടമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും നടന്നു വരുന്നു. വടക്കേ മലബാറിലെ നാലമ്പലങ്ങളിൽ പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ് നീർവേലി ശ്രീരാമ ക്ഷേത്രം. കർക്കടക നാളിൽ മഹാമൃത്യുഞ്ജയ ഹോമം, മഹാഗണപതി ഹോമം എന്നീ താന്ത്രിക കർമ്മങ്ങൾ നടന്നു വരുന്നു. കേരളത്തിലെ അപൂർവമായി കണ്ടുവരുന്ന പാതാള നാഗപ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങൾ കർക്കടക മാസത്തിൽ 1 തവണ ദർശിച്ചാൽ രാമായണം 1 തവണ വായിച്ചതിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. ദർശന സമയം കർക്കടക നാളിൽ രാവിലെ 5 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5:30 നട തുറന്ന് 7:30 നട അടക്കുകയും ചെയ്യുന്നു. രാമായണ മാസമായതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരാം. മറ്റ് വഴിപാടുകൾ നെയ്വിളക്കും പുഷ്പാഞ്ജലിയും ആണ് ഇവിടെ പെട്ടെന്നെത്തുന്ന ഭക്തർക്കായി വഴിപാട് ചെയ്യാവുന്നത്. പാൽപ്പായസവും മറ്റ് വഴിപാടുകളും മുൻകൂട്ടി ബുക്ക് ചെയ്ത് മാത്രമേ പ്രസാദം സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. എത്തിച്ചേരാനുള്ള വഴി കൂത്തുപറമ്പിനും മട്ടന്നൂരിനും ഇടയിൽ 6 കിലോമീറ്റർ, അളകാപുരി ആയിത്തറ റോഡിൽ 1 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. വിശേഷ ദിവസങ്ങൾ മകരമാസത്തിലെ അശ്വതി നക്ഷത്ര നാളിലാണ് ക്ഷേത്രോത്സവ ചടങ്ങുകൾ നടന്നു വരാറുള്ളത്. മേടമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും നടന്നു വരുന്നു. കർക്കടക മാസത്തിൽ ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം എന്നീ താന്ത്രിക കർമ്മങ്ങൾ നടന്നു വരുന്നു. തിരുവോണം, ദീപാവലി, ശ്രീരാമനവമി, ശ്രീകൃഷ്ണ ജയന്തി, വൈകുണ്ഠ ഏകാദശി, വൈശാഖ പുണ്യമാസം തുടങ്ങിയവയാണ് പ്രധാനമായ വിശേഷ ദിവസങ്ങൾ. അടുത്ത വീഡിയോയുമായി ഞാൻ വരാം. ആ വീഡിയോയിൽ എളയാവൂർ സംഗമേശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.